ഇവരെല്ലാം പറഞ്ഞു കേട്ടാൽ മൊത്തത്തിൽ എന്തോ ഒരു തരം പിടികിട്ടായ്മ നിലമ്പൂരിലുണ്ടോ അവസാന മൊമെന്റിൽ എന്നൊരു സംശയം പോലെ. അങ്ങനെ ഉണ്ടോ? അറിയില്ല. പക്ഷെ ഞാന് അൻവറൊക്കെ ജയിക്കട്ടെ എന്നുള്ള താല്പര്യം എനിക്കുണ്ട്. അതെന്താ അൻവർ ജയിക്കട്ടെ എന്ന് പറയാൻ കാര്യം? അത് നമ്മളെ പഴയൊരു നേതാവല്ലേ. വ്യക്തിപരമായ സ്നേഹമാണോ അതോ എന്തെങ്കിലും അൻവർ എന്തോ പ്രത്യേക കാര്യത്തിന് പണിയെടുക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഞാൻ ആളെ അറിയുന്നില്ല. ആളെ ഇനി അറിയില്ല, ആളെ ഞാൻ അറിയില്ല. പിന്നെ ജയിക്കട്ടെ എന്ന് പറയാൻ കാര്യം? ജയിക്കട്ടെ ആള് നല്ലൊരു വോട്ടർമാരുടെ മനസ്സ് അങ്ങനെ എളുപ്പം അതാണ്. അപ്പൊ നമ്മള് അൻവർ 5000-ൽ താഴെ വോട്ട് മാത്രമേ പിടിക്കുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അൻവർ ജയിക്കട്ടെ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടർമാരോട് ഇപ്പൊ കഴിഞ്ഞ ഒരു 10-20 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്യാണ് ഇവർ പറയുന്ന കേട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എന്താ നമുക്ക് ഫീൽ ചെയ്യാൻ ചോദിച്ചാൽ ഏതൊക്കെയോ തരം ത്രികോണ മത്സരം, എന്തൊക്കെയോ തരത്തിലുള്ള ഒരു സങ്കീർണത ഇവിടെ ഉണ്ട്. അൻവർ എന്തായിരിക്കും ചെയ്യാൻ പോവുക, അതാരെയാണ് ബാധിക്കാൻ പോവുക, എവിടെ നിന്നാണ് വോട്ട് പറിച്ചുകൊണ്ട് പോവുക എന്നതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ഉള്ളത് എന്ന് തോന്നുന്നു. ഇന്നിപ്പോ ചില പ്രതികരണങ്ങളിലേക്കൊന്ന് പോകാൻ തോന്നുന്നു. നമ്മുടെ കയ്യിലുണ്ട്. രാവിലെ സംസാരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് അദ്ദേഹം ഇന്നും സംഭവിച്ചാൽ വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായി മാറാൻ പോകുന്നതാണ്. കാരണം ഏറ്റവും അവസാനം നമ്മൾ ആദ്യം സംസാരിച്ച് പറഞ്ഞ UDF സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി, അൻവറുമായിട്ടുള്ള ബഹളങ്ങൾ, മലപ്പുറം, അത് കഴിഞ്ഞ് വെൽഫെയർ പാർട്ടി, അങ്ങനെ പല സംഗതികൾ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ വർഗീയതയെ പ്രധാന കേന്ദ്രബിന്ദുവാക്കി ജയിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായ വിലയിരുത്തലാവും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് വി ഡി സതീശൻ ഇന്നിപ്പോൾ സംസാരിക്കുമ്പോൾ മീഡിയകളോട് പറയുന്നത്.